ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ കണ്ണൂർ പോവുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയുണ്ട്. ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ ഹോസ്റ്റലിലെ റൂംമേറ്റാണ് അവളിപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ കോസ്റ്റ്യൂം അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു പ്ലാൻ ഇട്ടു, ഒന്ന് കണ്ണൂർ പോയി വിസിറ്റ് ചെയ്ത് വന്നാലോ എന്ന്. വർക്കിനിടന്ന് ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. നമ്മൾ ട്രെയിനാണ് പോണത്. 8:30 കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനാണ്. ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. ഒരു 10-15 മിനിറ്റ് മുന്നേ തന്നെ ഞാൻ സ്റ്റേഷനിലെത്തി. ഗോൾഡ് ഷൊർണൂരിൽ നിന്നാണ് കയറുന്നത്. അവളുടെ വീട് വന്നിട്ട് നിലമ്പൂരാണ്. അവൾ ആ ട്രെയിനിൽ കയറുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നു, ഇന്ന കമ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കുന്നത്. ഷൊർണൂരിൽ ട്രെയിൻ പുറപ്പെട്ടിരുന്നു. ഈ ട്രെയിൻ എന്തായാലും കണ്ണൂർ വരെയുള്ളൂ. ഈ വരുന്ന ട്രെയിൻ ഉണ്ടല്ലോ, ഞാൻ കൊച്ചിയിലേക്ക് പോകുന്ന ട്രെയിനാണ്. 8:15 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ പോയതിന് ശേഷമാണ് നമുക്കുള്ള ട്രെയിൻ വരിക. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾക്ക് ചെറിയൊരു ഇഷ്യൂ കാരണം വരാൻ പറ്റിയില്ല. അവൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ പോയിട്ട് വാ, നമുക്ക് വേറെ ദിവസം സെറ്റാക്കാന്നൊക്കെ പറഞ്ഞു. ഞാനും അവളും കൂടിയിട്ടായിരുന്നു ഈ പ്ലാന് സെറ്റാക്കുന്നത്. പക്ഷെ അവൾക്ക് വരാൻ പറ്റിയില്ല. ഫൈനലി നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഗോൾഡനോട് പറഞ്ഞു, ഞാൻ ഡോർ സൈഡിൽ തന്നെ ഉണ്ടാവും, നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ഗോൾഡിനെയും കണ്ടു. ആള് പല്ലിൽ കമ്പിയൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അവളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ മൈൻഡുള്ള ആൾക്കാരാണ്. ഞാൻ അവളെ ഗോൾഡേന്ന് വിളിക്കും, അവളെന്നെ റെഡേന്നാട്ടോ വിളിക്കുക. ഗോൾഡേ എന്നൊക്കെ ഉണ്ട്? കുറേ ദിവസമായി നമ്മളെ കണ്ടിട്ട്. നമ്മൾ കുറേ ആയി കണ്ടിട്ട്. എത്ര മാസമായി? 4-5 മാസമായി. പിന്നെ ഒരു ആര്യാണ് ഒരു കുട്ടിയിട്ട്. അവള് വരണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അവൾക്ക് വരാൻ പറ്റില്ല. പക്ഷെ അവളെ മിസ് ചെയ്തില്ലേ? ആര്യ നീ കാണുന്നുണ്ടെങ്കിൽ കരയണ്ടോ, വിഷമിക്കണ്ട. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം. തിരക്കാണ് കേസ്, അപ്പോൾ ഞങ്ങൾക്ക് സീറ്റില്ല. അപ്പോൾ ഞങ്ങളിവിടെ മേലെ കയറിയിരിക്കുകയാണ്. അതുപോലെ ബാക്കിൽ വീട്ടിലിരിക്കുന്നത് കേസ് ഞങ്ങൾക്കായിരുന്നു. വിശന്നാ പറഞ്ഞത്. അപ്പൊ നമ്മള് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രസമല്ലാത്ത ബിസ്ക്കറ്റ്. ഏകദേശം നമ്മൾ പിന്നെ മേടിച്ചു. നിത്യക്ക് വേണ്ടിട്ട് മാത്രം വാങ്ങിയതാണ്. വിശന്നിട്ടാണ് കേസ്. നമ്മൾ ഇനി ഉച്ചയ്ക്ക് ഇട്ടുള്ളൂ. അപ്പൊ വാങ്ങിയതാ. കഴിക്കാണ്, നേരല്ല. ഗൈസ്, നമ്മള് നിത്യന്റെ പുതിയ ഫ്രണ്ട്സാണ്. ഏകദേശം കണ്ണൂർ എത്താനായിട്ടുണ്ട്. ഇപ്പൊ ട്രെയിനിൽ തിരക്കൊന്നുമില്ല കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. ഷുഗൊക്കെ പോയി കേസ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ശരി ശരി കേട്ടോ. നീ കാണാം. ഓ ആയിക്കോട്ടെ. കേസ് നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊളിച്ചടക്കും. നിക്ക്, ഈ ട്രെയിന് കണ്ണൂർ വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറേ നേരം നിർത്തിയിടും. അപ്പം നമുക്കിനി ഇവിടുന്ന് ബസ്സിന് പോകണം. അപ്പം നമുക്ക് ഇറങ്ങാം. മഴ പെയ്യുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ കേസ് നമ്മളിവിടെ കോഴിക്കോട് എത്തി. ഇവിടുന്ന് ഇനി ഇവിടുന്ന് എങ്ങടാന്ന് അറിയില്ല. അപ്പോൾ ആൾക്ക് വിളിക്കുകയാണ്. അവള് ബസ് കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട് കേസ് നന്നായിട്ട്. കുട ഉണ്ട്, 2 കുട ഉണ്ട്. ഞങ്ങൾക്ക് നനയ്ക്കാൻ മടിയായിട്ട് ഒരു കുട എടുത്തത്. അപ്പോൾ ഇനി നമ്മൾ പുതിയ സ്റ്റാൻഡിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് പഴയങ്ങാടി സ്ഥലത്തേക്കുള്ള ബസ് കിട്ടും. അവിടെ എവിടെ അടുപ്പിലോ എന്തൊരുത്തിലാണ്. അപ്പോൾ അവിടെ അവള് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഗൈസ്, നമുക്കറിയില്ല കേട്ടോ ഈ നിയമം. ലൈനിലൊക്കെ നിന്നാലേ ഓട്ടോ തരും. കറണ്ടിൻ്റെ വണ്ടിയിലേ, കറണ്ടിൻ്റെ വണ്ടിയിൽ ഇവിടെ കയറുള്ളൂ എന്ന്. പക്ഷെ നമുക്കത് കിട്ടിയില്ല. നമ്മളിനി നേരെ പോണത് സ്റ്റാൻഡിലേക്കാണ്, പുതിയ സ്റ്റാൻഡിലേക്ക്. ഇതാണ് കേസ് കണ്ണൂരിലെ പുതിയ സ്റ്റാൻഡ്. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ചിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പഴയങ്ങാടി ബ്ലൂ ബസ്സിൽ കയറിയാൽ മതി, ഷോപ്പിൽ കയറരുത് പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഓരോരുത്തരുടെ ചോദിച്ചിട്ടാണ് പോണത്. ആരില്ലാത്തോണ്ട് നല്ലത്. ചെരുപ്പൊക്കെ എന്തോ പോയത്. അവിടെ പോയി ഫ്രണ്ടിലേറെ ഇരിക്കാം. നമുക്ക് സ്ഥലം അറിയില്ലല്ലോ, ചോദിക്കാലോ. ഇവിടെ ഇരിക്കാല്ലേ? ചിക്കുനെ വിളിച്ചോ? ചിക്കുനെ വിളിക്കണം, കേറിന്ന് പറയട്ടെ. അവള് എവിടെ അടുത്തിലോ അങ്ങനെ എന്തോ സ്ഥലത്തിന്റെ പേരുണ്ട്. അടുപ്പിലാണ്. ബീച്ചിൽ പോയാലോ? ഇവിടുന്ന് ഇപ്പൊ പോയാലോ? ചോറിനുണ്ട്. ഞാൻ ഇവള് പിന്നെ വേറെ 2 ചിക്കു അച്ചു എന്ന കുട്ടിയാണുള്ളത്. പിന്നെ ചിക്കുവിന്റെ ചേച്ചി നാളെ വരും എന്നാ പറഞ്ഞത്. പിന്നെ ആര്യ ഉണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് വരാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടം.
സാറില്ല പോട്ടെ. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം ആര്യനെ സെറ്റാക്കാം. മൂഞ്ചി പോയി കേസ്. ഞങ്ങൾ ആ ബസ് കയറി, പക്ഷെ ആ ബസ് വേറെ റൂട്ടിനാണ്. പഴയങ്ങാടി മാത്രമേ ഞങ്ങൾക്ക് അവിടെ നിന്നും കുറച്ച് പോകണം. അപ്പൊ നമുക്ക് അടുത്ത ബസ്സിൽ കയറാം. പക്ഷെ ആ ബസ് വരാൻ കുറച്ച് ടൈം എടുക്കുന്ന പറഞ്ഞത്. ക്ഷീണിച്ച് വന്ന് നടക്ക് ബസ്. ഇത് രണ്ടാമത്തെ ബസ് കയറി. അടുത്തില്ല എന്നുള്ള പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അവിടെ ചിക്കു അശ്വതി ആയിരുന്നല്ലോ. അശ്വതി കൂടിയിട്ടുണ്ടാവും. വയ്യ, ഉറങ്ങിയിട്ടേ ഒരുമാതിരി ബേസ്കെട്ടൊക്കെ വയ്യ. ചെല്ലുക, കഴിക്കുക, കുറച്ചേരം കിടക്കുക, പിന്നെ രാത്രി എണീക്കട്ടെ. അതെ. അപ്പൊ കേസ് നമ്മൾ അടുത്തിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചുള്ളൂ അല്ലേ ഇങ്ങോട്ട്. ചിക്കുന് ഇങ്ങോട്ട് വരുന്ന പറഞ്ഞത്. എങ്ങടെ അറിയില്ല. ഇവിടെ ഒരു വട്ടം വന്നിട്ടുണ്ട്. അപ്പൊ ഇവൾക്ക് അറിയാം എവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മളപ്പോ ചിക്കുവിനെ കാണാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും കാണാം. പിന്നെ ഈ ചിക്കുനെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഗോൾഡ് അറിയോ എനിക്ക്. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. അവരിങ്ങോട്ട് വരാന്നാ പറഞ്ഞിട്ടുള്ളത് ഗ്യാസ് വരണം. പക്ഷെ ഗോൾഡേ സത്യമായിട്ടും എന്റെ സങ്കല്പത്തിലുള്ള കണ്ണൂർ ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? ഞാൻ മറ്റേ അനുപാൽ ഗീച്ചു, ആമി അശോകന്റെ ഒക്കെ അവര് കാസർഗോഡാണല്ലോ അല്ലേ. ആമി അശോകൻ അവരൊക്കെ ഒരു സ്ഥലത്താണ് എന്റെ മൈൻഡിലുള്ളത്. പിന്നെ കുറെ സ്ഥലത്തേക്കൊക്കെ പോണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് പോണട്ടോ എന്നൊക്കെ മാടായിപ്പാറ എന്തായാലും പോണം കഴിച്ചു. അടിപൊളിയാണ്. ഇവളത് പോയിട്ടില്ല. ഞാൻ ഒരിക്കൽ പോയതാണ്. അത് സെറ്റ്. എന്താണ് അവിടെ വെള്ളച്ചാട്ടോ? ഒന്നുമില്ല. പക്ഷെ അതൊന്നും ഒരു വലിയൊരു കുന്ന് അടിപൊളി. നല്ല കാറ്റ്, നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാം. മനസ്സിലായി. സങ്കടമൊക്കെ വന്നവിടെ പോയത്. അവിടെ പോയി പറഞ്ഞാൽ മതിയില്ലേ. ഓക്കെ. അപ്പൊ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി പറഞ്ഞാൽ മതി. ഞങ്ങൾ ഗോൾഡിന്റെ അഭിപ്രായം. ഓക്കെ. കേസ് നമ്മുടെ ചിക്കു ചേട്ടൻ വരുന്നുണ്ട്. ഓടിവാ, ഓടി ഓടി വാ. നമ്മുടെ അച്ഛൻ വരുന്നുണ്ട്. കേസ് നമ്മളപ്പോ ചിക്കുവിന്റെ അടുത്ത് എത്തി അല്ലേ. ഞങ്ങൾക്ക് ചുമയാട്ടോ. ഞങ്ങൾക്കല്ലേ. അതെ. അല്ല, ഇവിടുന്ന് കൊറേ നടക്കണോ? കുറച്ച്. ഇതാണ് നമ്മളെ അശ്വതി, എന്റെ എന്താ ബ്രൈഡ്. ഗൈസ് ഞാൻ വീഡിയോ ഓഫ് ചെയ്തു. ഇവിടെ ഒരാള് വൻ പട്ടി ഷോ ഇറക്കിയ സമയമായിരുന്നു ഗൈസ്. നിത്യന്റെ പോലത്തെ ഒരു നിത്യത അവിടെ ഗേസ് അവിടെ ബസ് ഇറങ്ങി കുറച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര പോന്നു ഞങ്ങള്. ഇനിയുണ്ട് 2 വളവ്. ഇനി എത്ര പോവാണ്ട്? ഇതാണ് ഗേസ്. ഞങ്ങൾ കൊറേ നടക്കാൻ തുടങ്ങിയിട്ട്. അത് പറഞ്ഞ കാറൊക്കെ പോകും. പ്ലെയിൻ എവിടെ ലാൻഡ് ചെയ്യാ? കണ്ടത്തിലോ? ഓ, നിങ്ങളോടൊക്കെ കണ്ടത്തിലൊക്കെ ആവൂലേ. പൊന്തോ അതൊക്കെ ഉണ്ടാവും. പൊന്തല്ലേ പൊന്ത. ഞങ്ങളവിടെ അതാ പറയാ. അല്ല അവള് പാലക്കാടാ. ഞാൻ ഗേസ് ഇവിടെ നല്ല രസമുള്ള സ്ഥലങ്ങളാട്ടോ. പാടം, തോട്, നല്ല ഭംഗിയുണ്ട് കാണാന്. പക്ഷെ ഞങ്ങളവിടെ ഇല്ലടി ഇങ്ങനൊന്നും. പാടങ്ങളുണ്ട്, ഇഷ്ടം പോലെ പാടുണ്ട്. പക്ഷെ തോടൊന്നും ഇങ്ങനെ ഇല്ല. കുളിക്കാൻ പോവാ. ഓക്കെ, നമുക്ക് കുളിക്കാൻ പോവാ. ഫുഡ് കഴിച്ചിട്ട് കുളിക്കാൻ പോയിട്ട് മാടായി കയറാം. ഓക്കെ, സെറ്റ്. ആമ്പലുണ്ട്. ഇവിടെ എന്തോ വേറെന്തോ പറയൂട്ടോ. നമുക്കൊക്കെ പറിക്കാം. ഒന്ന് ഞാൻ പറിച്ചു ഗൈസ്. പൂത്താലിയോ അങ്ങനെ എന്തോ പറയും. നമുക്കിത് പറിക്കാം. ഇറങ്ങാതിക്ക്. ചെരുപ്പ് നനയും. ചെരുപ്പൊക്കെ പുതാക്കി. ചിക്കൊന്ന് പിടിക്കോ? വാ. ശരിക്കും വലിച്ചോട്ടോ. നനയാനാ? അധികം ഇതൊന്നുമില്ല, ആഴൊന്നുമില്ല. നീ പൊക്കോ, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വലിക്കാം. ഇഷ്ടപ്പെട്ട് വെള്ളത്തിൽ ചാടി പറിച്ചതാണിത്. അത് ഗോൾഡ് വീഡിയോ എടുത്തില്ല, ഓണാക്കിയില്ല. നമ്മൾ കള്ളുഷാപ്പിൽ പോവാണ്. നിത്യാണ് മെയിന്. ചിക്കു പ്രോത്സാഹിപ്പിച്ചു. നിത്യത പോസിബിൾ ആക്കാൻ വേണ്ടി പോകും. നിത്യക്ക് ഭ്രാന്താണ്. സുന്ദരമായ പൂക്കൾ കൊടുത്തായി. ഗോൾഡ്
ചിക്കു കാണിച്ചു. ഏതാ ഇതാ കുഞ്ഞു വീട്? അതോ നല്ല രസം അറിയോ? കൊറേ കാലായി കടന്നിട്ട്. നമുക്ക് ചപ്പലൊന്നുമില്ല. വലത് കാലി വെച്ചെടുത്തതാ. നമ്മള് ചിക്കുന്റെ വീട്ടിലെത്തി. ഇതാണ് ചിക്കുന്റെ വീട്. നല്ല രസല്ലേ വീട്? ചിക്കുന്റെ ഡാഡി ആട്ടോ. അച്ഛന് ഹായ് പറയ്. അങ്ങനെ വന്നു. അപ്പൊ ഒന്ന് കേസ്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മള് മാടായിപ്പാറ പോകും. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. വെറും പ്ലാൻ ആണ്. എവിടെയൊക്കെ പോകും കണ്ടറിയണം. അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ട് കാണാം. നമുക്ക് 2 പാർട്ടായിട്ട് ഇടായിരിക്കും നല്ലത്. ലാഗായിപ്പോ അപ്പൊ ഈ എന്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.